വെൽക്കം ടു ട്രൈഡോട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു വീക്കിലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്കിലി ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ സെല്ലിംഗ് പ്രഷറോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോയിരിക്കുകയാണ്. പോകുന്ന സമയത്ത് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് പോലും അവിടേക്ക് ഒരു റീടെസ്റ്റ് വന്നിട്ടില്ല. എനിവേ നമ്മൾ ഈ ബ്രേക്ക് ചെയ്ത ഹൈനെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ വന്നു കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ ഒരു FEG കൂടി ഉണ്ട്. ആ ഒരു FEG നോക്കിയാൽ കാണാം അതും ഫില്ല് ചെയ്യാതെയാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. വീക്കിലി ചാർട്ടിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റിന് ഇപ്പൊ താൽക്കാലികമായിട്ട് യാതൊരുവിധ ഭീഷണിയും ഇല്ല. മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുകളിലോട്ട് പോകുന്നത്. ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിൽ പോവാം. വൺ ഡേ ചാർട്ടിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വൺ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം വീണ്ടും ഒരു ബ്രേക്ക്ഔട്ട് അവിടെ നടന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട്. ആ ബ്രേക്ക്ഔട്ട് ഇത് നോക്കിയാൽ കാണാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ലാസ്റ്റ് 2 ദിവസം വളരെ സ്ട്രോങ് ആയിട്ട്, അതായത് ഒരു പുൾ ബാക്ക് എടുത്തതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ വീണ്ടും അത് കണ്ടിന്യൂഷൻ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ഹൈനെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു FEG താഴെയുണ്ട്, അതിനെയും എടുക്കുന്നുണ്ട്. പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഇവിടെ, അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അവിടേക്ക് മാർക്കറ്റ് എത്തുമെന്ന് അറിയാൻ പറ്റില്ല, പക്ഷെ എത്തിയാൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുള്ള ഏരിയ ആയതുകൊണ്ടാണ് അവിടെ മാർക്ക് ചെയ്തിടുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 4 അവറിലേക്ക് പോവാം. 4 അവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ബ്രേക്ക് ചെയ്തതിനു ശേഷം കൃത്യമായ ഇടവേളകളിൽ വന്ന് ഡീപ്പ് ഫുൾ ബാക്ക് എടുത്തിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ചും ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡിലാണ് കാണിക്കുന്നത്. വലിയ വിക്ക് റിജക്ഷൻസ് കാണിക്കുന്നുണ്ട്. ഓരോ തവണ താഴോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് ക്യാൻഡിൽസ് ഒക്കെ നോക്കിയാൽ കാണാം വലിയ രീതിയിൽ താഴോട്ട് നിന്ന് റിജക്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് ബയേഴ്സിന്റെ പ്രസൻസ് വലിയ രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് എന്നാണ് നമ്മൾ 4 അവറിൽ മനസ്സിലാക്കുന്നത്. 4 അവറിലേക്ക് ഏരിയാസ് ഒന്നും കാര്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നില്ല. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത ഏരിയാസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് 1 അവറിൽ പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 അവറിന്റെ നമ്മുടെ എൻട്രി സാധ്യത നോക്കുന്നതിനേക്കാൾ മുന്നേ 1 അവറിൽ ഒരു കീ ഏരിയ ഉണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് 100% പറയാനും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഒരു ചെറിയ റേഞ്ചിന്റെ ഉള്ളിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകണമെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്തതിന് ശേഷം, അതായത് മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് ഒരു ബ്രേക്ക്ഔട്ട് തന്നു, നല്ലൊരു ക്യാൻഡിൽ മുകളിലോട്ട് തന്നിട്ട് ഒരു വീക്ക് റീടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 3 4 ക്യാൻഡിൽ കൊണ്ടുള്ള റീടെസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രോങ് റീടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എൻഗൾഫിംഗ് പോലെയോ അല്ലെങ്കിൽ വലിയ ക്യാൻഡിൽസ് കൊണ്ടുള്ള റീടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വീക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി എടുക്കാം. ആ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു രീതിയിൽ കിട്ടാവുന്നതാണ്. ഏകദേശം 30120, അതുപോലെ തന്നെ 30135 വരെയൊക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കൺസോളേഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ ഈ കൺസോളേഷൻ ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ റീടെസ്റ്റും ഇല്ലാതെ പോവാം. മാർക്കറ്റ് ചിലപ്പോൾ 1 2 ക്യാൻഡിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു സെല്ലിംഗ് പ്രഷർ താഴോട്ടേക്ക് വരാം. അങ്ങനെ ആ സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു ട്രേഡ് എടുക്കാം. ഇങ്ങനെ 2 സാധ്യത ഉണ്ട്. ഒന്ന് കൺസോളേഷൻ കഴിഞ്ഞതിന് ശേഷം റീടെസ്റ്റ്, വീക്ക് റീടെസ്റ്റ്. 2 കൺസോളേഷൻ കഴിഞ്ഞ് 1 2 ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് മുകളിലോട്ട് തന്നതിന് ശേഷം ഒരു സെല്ലിംഗ് പ്രഷർ ക്യാൻഡിൽ വരും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ബൈ എൻട്രി എന്ന് പറയുന്നത്. സെൽ എൻട്രി തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. ഇനി ഒരു സെൽ എൻട്രിയുടെ ഒരു സാധ്യത എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് ഇവിടം വരെ വരവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ സപ്പോർട്ട് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എടുക്കുന്ന ഒരു കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു ബൈ എൻട്രി മുകളിലോട്ട് എടുക്കാം. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവലിലേക്ക് നേരത്തെ പറഞ്ഞു 3120 വരെയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ആണെങ്കിൽ മാത്രം ബൈ എൻട്രിയിലേക്ക് മാത്രം നോക്കിയാൽ മതി. അല്ല 2 3 ദിവസം മുകളിലേക്ക് നിന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ബൈ എൻട്രി നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഈ ഒരു ടാർഗറ്റ് കിട്ടണമെന്നില്ല. ഒരുപക്ഷെ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു വീണ്ടും റീടെസ്റ്റ് സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ട്
വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത്ര വലിയൊരു സാധ്യതയും കാണുന്നില്ല. പ്രത്യേകിച്ച് മാർക്കറ്റ് ഇത്രയും സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകുന്നത് കൊണ്ട് അങ്ങനെ ഒരു സാധ്യതയില്ല. പക്ഷെ സംഭവിച്ചാൽ അങ്ങനെ ഒരു സാധ്യതയും കൂടിയും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകളെല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.